ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പറമ്പിൽ കുറച്ച് വാഴക്കൊലകൾ വെട്ടാറായി നിൽക്കുന്നുണ്ട്. നമുക്കതൊന്ന് വെട്ടിയാലോ? കുറച്ച് പഴുപ്പിക്കാനും കുറച്ച് നമുക്ക് കൂട്ടാൻ വയ്ക്കാനായിട്ട് മാറ്റി വയ്ക്കാം. വായോ. ആവശ്യത്തിന് നന്നായിട്ട് മൂത്ത് പാകമായിട്ടുള്ള വാഴക്കൊലകളാണ് നമ്മൾ ഫസ്റ്റ് തന്നെ വെട്ടി എടുത്തു വെക്കാറുള്ളത്. ഇതാണ് നമ്മൾ ആദ്യം വെട്ടണ വാഴക്കൊല. അമൃതവാഹിനിയുടെ കായ്ക്കൊലയാണ്. നല്ലോണം മൂത്തുണ്ട് കേട്ടോ, പഴുപ്പിക്കാൻ ബെസ്റ്റാണ്. നമുക്ക് കറിക്കും കൊള്ളാം, അതുപോലെ തന്നെ പഴുപ്പിക്കാനും കൊള്ളാം. രണ്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമുക്ക് അടുത്ത കായ്ക്കൊല നോക്കാം. വാഴക്കൊല വെട്ടണം എന്ന ആഗ്രഹത്തോടു കൂടി വടിവാളൊക്കെ പിടിച്ചിട്ട് ഞാൻ വാഴക്കൊല വെട്ടാൻ പോയിട്ടോ. പക്ഷെ മൊത്തം ശോകമായിരുന്നു. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും എനിക്ക് ഇതാണ് അവസ്ഥ. കണ്ടു നോക്കിയേ. ഇതുള്ള കാരണം തോന്നുന്നു. വലിക്കട്ടെ. കുഴപ്പമില്ല, എനിക്ക് വലിയ വിഷമമൊന്നുമില്ല കേട്ടോ. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതെന്നെ അവസ്ഥ. അപ്പോൾ എനിക്ക് പറ്റിയ പണിയല്ല എന്ന് മനസ്സിലാക്കി ഞാൻ ആ വടിവാള് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ വാഴക്കൊലി ചേട്ടൻ തന്നെയാണ് വെട്ടിയെടുത്തേക്കണേ. ഇതാണ് പൂവൻകൊല. പഴുപ്പിക്കാൻ നല്ല മൂപ്പായിട്ടുള്ള കൊലയാണ്. നമുക്ക് എന്തായാലും ഇത് പഴുപ്പിക്കാൻ എടുക്കാം. പിന്നെ ഒരു കൊലയും കൂടി അവിടെ നിൽക്കുന്നുണ്ട്, അത് നോക്കിയിട്ട് വരാം. നമുക്കൊരു കൊലയും കൂടി കിട്ടിയിട്ടുണ്ട്. ചെറിയ കൊലയാണ്. ഇത് പൂർണ്ണമായിട്ട് മൂപ്പായിട്ടില്ല, എന്നാലും പഴുപ്പിക്കാൻ നല്ലതാണ്. ഇതിന് വടക്കം കതിരി എന്ന് പറയും, ചിലവർ ഇതിനെ ഞാലിപ്പൂവെന്ന് പറയും. അത് ഓരോ ദേശത്തെ ഓരോ രീതിയിലാണ് പറയുക. അപ്പോൾ നമുക്കൊരു കൊല കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പറമ്പിലെ കുറച്ച് വിവിധ ഇനം വാഴക്കൊലകളെ പരിചയപ്പെടാം. ആദ്യം കാണിച്ചത് പൂവൻ്റെ കൊലയായിരുന്നു കേട്ടോ. ഇത് വരുന്നത് അമൃതവാഹിനി. നമ്മുടെ പറമ്പിൽ കൂടുതലായിട്ടുള്ളത് അമൃതവാഹിനിയുടെ കൊലകളാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ, അതായത് ചേമ്പ് പറിക്കുന്ന വീഡിയോ ഇട്ടതിന് നിങ്ങൾ തന്ന സപ്പോർട്ട് വളരെ വലുതാണ്. ഇത്രയും കമൻറ്റും ഇത്രയോളം വ്യൂസ് വരുന്ന ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. പക്ഷെ വളരെയധികം സന്തോഷമായി കേട്ടോ. അപ്പോൾ ഈ വീഡിയോയ്ക്കും നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. ഇതൊരു സ്പെഷ്യലായിട്ടുള്ളൊരു വാഴക്കൊലയാണ്. ഇതേതാ വാഴക്കൊലയാണ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ എന്തായാലും കമൻറ്റ് ഇടണം. ഇതെന്തായാലും റോബസ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? നമുക്കിത് ഈ കാണുന്ന 3 കല്യാട്ടൊക്കെ ഇട്ടേക്കണേ. ഇതുകൊണ്ട് നമ്മൾ വീട്ടിൽ പോവാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ.